ാണ് ഇന്ന് രാത്രി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതിൽ 4ലേക്കും നമ്മൾ പോകില്ല. ആമേൻ. എന്നാൽ ഒരു വാക്കിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ചില സന്ദേശങ്ങൾ ഇന്ന് രാത്രി ദൈവജനത്തിന് മുമ്പിൽ കൈമാറുവാൻ ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 32 മുതൽ 35 വരെ 32, 33, 34, 35 ഈ 4 വാക്യങ്ങളാണ്. പക്ഷെ നമുക്ക് പ്രാരംഭത്തിലെ 2 വാക്യങ്ങൾ വായിക്കാം. 32ഉം 33ഉം വാക്യങ്ങൾ. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. എല്ലാവരും പറഞ്ഞാട്ടോ, വിശ്വസിച്ചവരുടെ കൂട്ടം. ശബ്ദമുയർത്തി പറഞ്ഞേ, വിശ്വസിച്ചവരുടെ കൂട്ടം. കാണുന്നവരുടെ കൂട്ടമല്ല, കേൾക്കുന്നവരുടെ കൂട്ടമല്ല. അടുത്ത വാക്കൊന്നുകൂടെ പറയാം, ചിലത് അനുഭവിച്ചവരുടെയും കൂട്ടമല്ല, വിശ്വസിച്ചവരുടെ കൂട്ടം. ഇന്ന് രാത്രി എത്ര പേര് ഇതിനകത്ത് പറയുന്നു, ആമേൻ, കൂടിയിരിക്കുന്ന നാം ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ഒരു കൂട്ടമാണ്. ആമേൻ. അതുകൊണ്ട് ഞാൻ ഈ ദിവസങ്ങൾ സാധാരണ പറയുന്നത് പോലെ, പറയിപ്പിക്കുന്നത് പോലെ വീണ്ടും നിങ്ങൾ വായി തുറന്ന് എന്നോട് ചേർന്ന് പറ, പകർച്ചയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർ ആത്മാർത്ഥമായിട്ട് പറയും, ഞാനത് വിശ്വസിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ, പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയിൽ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ വിശ്വസിക്കുന്നു. ചേർന്നൊരാമേൻ പറഞ്ഞാണ്. വിശ്വസിച്ചവരുടെ കൂട്ടത്തിന്റെ ഒരു പ്രത്യേകത അവിടെ പറയുകയാണ്, അവർക്കൊറ്റ ഹൃദയമേ ഉള്ളൂ, ഒറ്റ മനസ്സേ ഉള്ളൂ. ചേർന്നൊരാമേൻ പറഞ്ഞേ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ, ഈ 16ാമത്തെ രാത്രിയിൽ നമുക്കൊരൊറ്റ മനസ്സേ ഉള്ളൂ, നമുക്കൊരൊറ്റ ഹൃദയമേ ഉള്ളൂ. ആ ഹൃദയവും ആ മനസ്സും ഇന്ന് രാത്രി ഒരുപോലെ പറയുന്നു, എനിക്ക് ചിലത് പ്രാപിക്കണം. ചേർന്നൊരാമേൻ പറഞ്ഞേ, എനിക്ക് ചിലത് പ്രാപിക്കണോ. ഇനി നമ്മുടെ മുമ്പിൽ ചുരുക്കം ചില ദിവസങ്ങളേ ഉള്ളൂ. ഇത് 16ാമത്തെ ദിവസമായി. ആമേൻ, ഹല്ലേലൂയ. കണ്ണടച്ച് തുറക്കുന്നെന്ന് പറഞ്ഞ പോലെ അടുത്ത ചില ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ പോകും. ആമേൻ. ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞ്, ആമേൻ, ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ്, ഈ കൂടിയിരുവ് കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു അനുഭവത്തിലേക്ക് മാറുന്നതിന് മുൻപ് ഈ രാത്രി പറ, ഞങ്ങൾ ഏക മനസ്സോടെ, ഏക ആത്മാവിൽ, ഏക ഹൃദയത്തോടെ പറയുന്നു, ഇന്ന് രാത്രി ഞങ്ങൾക്ക് ചിലത് പ്രാപിക്കണോ. അത് കൊതിക്കുന്നവരെ കരമടിച്ചോ, ആമേൻ, ശബ്ദം ഉയർത്തിയോ, ആത്മാവിൽ നിങ്ങൾ പ്രതികരിച്ചു തുടങ്ങിക്കോ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലത് പകർന്നു തുടങ്ങുകയാ. പ്രസംഗിക്കാൻ എളുപ്പമാണ് ഏക ഹൃദയം, പ്രസംഗിക്കാൻ എളുപ്പമാണ് ഏക മനസ്സ്. ആമേൻ. പക്ഷേ ഇത് പ്രാക്ടിക്കൽ ലൈഫിനകത്തേക്ക് വരുമ്പോൾ, ജീവിതത്തിന്റെ അകത്തേക്ക് വരുമ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. ഒരു കുടുംബത്തിനകത്ത് 4 മക്കൾ ഉണ്ടെങ്കിൽ ആ 4 മക്കൾക്ക് പോലും ഏക ഹൃദയമല്ല, ഏക മനസ്സല്ല, ഏക ചിന്തയല്ല. അവരുടെ ചിന്തകൾ വേറെയാണ്, അവരുടെ മനസ്സ് വേറെയാണ്, അവരുടെ സംസാരങ്ങൾ വേറെയാണ്, അവരുടെ ഇടപെടലുകൾ വേറെയാണ്. പക്ഷേ വചനം പറയുന്നു, പല ഭാഷക്കാർ, പല രാജ്യക്കാർ, പല ദേശക്കാർ, പല ഗോത്രക്കാർ, പല കളറുകാർ, പല കുടുംബക്കാർ, പല മാതാപിതാക്കൾക്ക് ജനിച്ച പല മക്കൾ, അവർ യേശുവിൽ വിശ്വസിച്ചപ്പോ അവർ ഒറ്റ ഹൃദയത്തിന്റെ ഉടമയായി, അവരൊരൊറ്റ മനസ്സിന്റെ ഉടമയായി. ഇത് സാധ്യമാകുന്ന ഒരൊറ്റ അനുഭവമേ ഉള്ളൂ. അതാണ് ഇന്ന് രാത്രി ശുശ്രൂഷിക്കാൻ പോകുന്നത്. ചേർന്നൊരാമേൻ പറഞ്ഞ്, സന്തോഷത്തോടെ ഒരാമേൻ പറഞ്ഞ്. ഹല്ലേലൂയ. അടുത്ത വാക്യം. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. ആമേൻ. ഏക ഹൃദയത്തിന്റെ, ഏക മനസ്സിന്റെ അടയാളമാണ് സ്വാർത്ഥതയില്ല. ചേർന്നൊരാമേൻ പറ. ആമേ. എൻ്റെ സഭ നിന്റെ സഭ ഇല്ല, എൻ്റെ കുടുംബം നിന്റെ കുടുംബം ഇല്ല, എൻ്റെ മക്കൾ നിന്റെ മക്കൾ ഇല്ല. ഹലോ, പ്രൈസ് ദി ലോർഡ്. എൻ്റേത് നിൻ്റേത് ഇല്ല. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിൽ വിശ്വസിച്ച കൂട്ടത്തിന് ഒറ്റ കാര്യമേ ഉള്ളൂ, എല്ലാം കർത്താവിൻ്റെയാ, എല്ലാം കർത്താവിൻ്റെയാ. ചേർന്നൊരാമേൻ പറഞ്ഞേ. ഇന്ന് രാത്രി ധൈര്യത്തോടെ പറ, ഞാൻ കർത്താവിൻ്റെ വകയാകിയാൽ സ്തോത്രം.
ഞാൻ കർത്താവിന്റെ വകയാകയാൽ സ്തോത്രം. ധൈര്യത്തോടെ പറഞ്ഞ ഈ സഭ ദൈവത്തിന്റെ സഭയാകയാൽ സ്തോത്രം. നമ്മൾ ദൈവമക്കളാകയാൽ സ്തോത്രം. അവിടെ വേറൊരു സെപ്പറേഷൻ ഇല്ല. കളറിന്റെ പേരിലോ, ഹൈറ്റിന്റെ വെയിറ്റിന്റെ പേരിലോ, പണത്തിന്റെ പേരിലോ, കുടുംബത്തിന്റെ പേരിലോ, യോഗ്യതകളുടെ പേരിലോ, സാധ്യതകളുടെ പേരിലോ, പൊസിഷന്റെ പേരിലോ അവിടെ ഒരു വേർഹൃത്യമില്ല. അവിടെ ഒരു ഒറ്റ അനുഭവമേ ഉള്ളൂ. എല്ലാം ഒന്ന്, എല്ലാവരും ഒന്ന്. കരമടിച്ചു കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. ശാലാബാര റംബരാധന. അടുത്ത വാക്യം ദൂതിലേക്ക് വെക്കാനാണ്. സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ. ശ്രദ്ധിച്ചേ, അപ്പോസ്തോലന്മാർ. എല്ലാരും ചേർന്നൊന്ന് പറഞ്ഞേ, അപ്പോസ്തോലന്മാർ. ഞാൻ അതിനെ 32-ാമത്തെ വാക്യത്തിലെ വാക്കൊന്നുകൂടെ അടർത്തിയെടുക്കുകയാണ്. വിശ്വസിച്ചവരുടെ കൂട്ടം. അപ്പോസ്തലന്മാരെന്നുള്ളിടത്ത് ഞാൻ അങ്ങനെ ഒന്ന് ചേർക്കുകയാണ്. വിശ്വസിച്ചവരുടെ കൂട്ടം. അല്ലല്ല, അടുത്ത വാക്ക് നമ്മൾ കണക്ട് ചെയ്യാം. വിശ്വസിച്ചവരുടെ കൂട്ടം മഹാശക്തിയോടെ. ആമേൻ. മീൻ പിടിച്ചുകൊണ്ട് നടന്നവരും ടാക്സ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നവരും എല്ലാവരും യേശുവിൻ്റെ അരികിലേക്ക് വന്ന് യേശുവിൽ വിശ്വസിച്ചപ്പോൾ യേശു അവരെ അയക്കാൻ തുടങ്ങി. അവരെ ആമേൻ ശുശ്രൂഷകൾക്കായിട്ട് എന്ത് ചെയ്തു? അയക്കാൻ തുടങ്ങി. അവർക്ക് പേര് വിളിച്ചു അപ്പോസ്തലന്മാർ. കർത്താവ് വേർതിരിച്ചയച്ചവർ അപ്പോസ്തലന്മാർ. എന്നാൽ നമുക്ക് നമ്മുടെ അകത്ത് കിടക്കുന്ന അവനൊരു തെറ്റിദ്ധാരണ മാറാൻ, അതിനാണ് ആ വാക്ക് ഒന്നുകൂടെ പറഞ്ഞത്, വിശ്വസിച്ചവരുടെ കൂട്ടം. നമുക്ക് ഭയങ്കര ആമേൻ ഹല്ലേലൂയ വ്യത്യാസമാണ്. ആമേൻ എന്ന് പറഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ ആമേൻ പാസ്റ്റേഴ്സ് ഉണ്ട്, പ്രൊഫറ്റ്സ് ഉണ്ട്, അപ്പോസ്തലന്മാരുണ്ട്, ഉപദേഷ്ടാക്കന്മാരുണ്ട്, ദൈവം കൊടുത്ത ശുശ്രൂഷകളെല്ലാം ഉണ്ട്. ഇതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഇതിനെ എല്ലാം കൂടെ ഒറ്റ ബ്രാക്കറ്റ്, ഒറ്റ റൗണ്ടിൽ കൊണ്ടുവന്നിട്ട് പറയുക വിശ്വസിച്ചവരുടെ കൂട്ടം. വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ അപ്പോസ്തലന്മാരുണ്ട്, വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ സാധാരണപ്പെട്ടവരുണ്ട്, വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ നമ്മുടെ ഭാഷയിൽ വിശ്വാസികളുണ്ട്, എല്ലാ മേഖലകളുമുണ്ട്. പക്ഷെ ഇന്ന് രാത്രി നിങ്ങളെ ആത്മാവിലൊന്ന് ഉണർത്തേണ്ടതിനു വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു, വിശ്വസിച്ചവരുടെ മേൽ ഒരു മഹാശക്തി വെളിപ്പെടുക. ഹല്ലേലൂയ. ഇനി നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഈ സ്റ്റേറ്റ്മെന്റ്സിനകത്ത്, ദൈവവചനത്തിനകത്ത് അപ്പോസ്തലന്മാരുടെ മേൽ ശക്തി പകർന്നതുപോലെ തന്നെ ആമേൻ ഭൂതഗ്രസ്തരുടെ മേലും പകർന്നു. ഒരാമേൻ പറഞ്ഞില്ല. അപ്പോസ്തലന്മാരുടെ മേൽ ദൈവത്തിന്റെ ശക്തി പകർന്നതുപോലെ ടാക്സ് കളക്ടേഴ്സിന്റെ മേലും പകർന്നു. സമൂഹം അവൻ പരിഹസിച്ചവരുടെ മേലും ഈ ശക്തി പകർന്നു. ഒറ്റ വാക്കാണ് എനിക്ക് ആഗ്രഹം ഇന്ന് രാത്രി പറയാൻ. 2026 ദൈവസഭയുടെ ഫാസ്റ്റിംഗ് പ്രയറിനകത്ത് ഈ 16-ാമത്തെ ദിവസം ചിലരുടെ മേൽ ദൈവം ഒരു അത്യന്ത ശക്തി അയക്കാൻ. അപ്പോസ്തലന്മാരുടെ മേൽ മഹാശക്തിയോടെ. ഈ ശക്തി ഏതാണ്? 1:8 അപ്പോസ്തലപ്രവൃത്തി 1:8 സുപരിചിതമായ ദൈവവചനത്തിന്റെ ഭാഗം. ആമേൻ ഹല്ലേലൂയ. നാം ഒത്തിരി ആത്മസാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുമ്പോൾ നാം പറയുന്ന പദം വായിക്കാം. 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ഈ മഹാശക്തി നിങ്ങൾക്ക് ലഭിക്കും. ഇന്ന് രാത്രി എത്ര പേർ ആത്മാവിൽ കൊതിക്കുന്നുണ്ട്? ഈ രാത്രി സ്വർഗത്തിനൊരു പദ്ധതിയുണ്ട്. ഇതിനകത്തു ചിലരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ മഹാശക്തി കൊണ്ടൊന്ന് നിറച്ചെടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടോ? പോരല്ലോ, ഈ പ്രതിയൊന്നും പോരാ. ആഗ്രഹമുണ്ടോ? മഹാശക്തി. മഹാശക്തി. ശക്തിയുണ്ട്, മഹാശക്തിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സംസാരിക്കുന്ന ഈ മൈക്കിനകത്ത് ഒരു ചെറിയ ബാറ്ററി ഉണ്ട്, അതിനൊരു ശക്തിയുണ്ട്. ഇതെൻ്റെ കയ്യിലിരുന്നാലോ ഇതൊന്നും എന്നെ അഫക്റ്റ് ചെയ്യത്തില്ല. കാരണം ആ ശക്തി ഇതിനു വേണ്ടി മാത്രമായിട്ട് വിട്ടുകൊണ്ടിരിക്കുക. അത് വെളിയിലേക്ക് വരാതെ അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി മഹാശക്തി ഇവിടെ ഉണ്ട്.
ആമേൻ, അത് നിന്നെ തൊടണമെങ്കിൽ ചില കവറിങ്ങുകൾ പൊളിയണം. ഇതിനകത്ത് ലൈറ്റ് പ്രകാശിക്കുന്നുണ്ട്, ഫാനുണ്ട്. ഏതൊന്നിൻ്റെ വർക്ക് അതും ചെയ്യുന്നെങ്കിലും ഒരു കാര്യം ഉറപ്പാ, ഇൻസുലേറ്റഡ് ആയി പോയ കേബിൾസിനെ അതിൻ്റെ ഇൻസുലേഷൻ മാറ്റിയിട്ട് അതുമായി കണക്റ്റഡ് ആക്കിയപ്പോഴാണ് ആ ശക്തി എന്താണെന്ന് അവിടെ വെളിപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ചില ഇൻസുലേഷൻസ് ഒന്ന് പൊളിയട്ടെ എന്ന് ആത്മാവിൽ പറയാറേ. അതിന് പരിശുദ്ധമായ ദൂത് പറഞ്ഞത് ചില കെട്ടുകൾ പൊട്ടുന്നു. നിന്റെ മനസ്സിനെ ബന്ധിച്ച, നിന്റെ ശരീരത്തെ ബന്ധിച്ച, നിന്റെ ഹൃദയത്തെ ബന്ധിച്ച, നിന്റെ ആത്മാവിനെ ഒതുക്കിയ ചില ഇൻസുലേഷൻസ് ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ പൊളിയട്ടെ. എത്ര പേർ ആത്മാർത്ഥമായിട്ട് പറയുന്നു ഈ രാത്രി അത് പൊളിയുക? വർഷിപ്പിന്റെ ഇടയിൽ പറഞ്ഞതുപോലെ ഈ പദം തന്നെ പറയാ. നാറ്റം വെച്ചെന്ന് പറഞ്ഞ ലാസറിന്റെ മേൽ ജീവൻ വന്നിട്ട് അവനെ ബന്ധിച്ചിരുന്ന ഒരു ബന്ധനമുണ്ട്. അപ്പോൾ ജീവൻ വന്നാലും ചലിക്കാൻ കഴിയാതെ കിടക്കുന്ന ചില കെട്ടുകളുണ്ട്. ആ കെട്ട് കണ്ടപ്പോ എന്റെ അപ്പൻ ഒരൊറ്റ പദം പറഞ്ഞു, കെട്ടഴിയട്ടെ. കെട്ടഴിക്കുക. ഇന്ന് രാത്രി ഈ 16-ാമത്തെ ദിവസം കരമടിക്കുന്ന ചിലരുടെ മേൽ, സ്തോത്രം പറയുന്ന ചിലരുടെ മേൽ, ഉപവസിക്കുന്ന ചിലരുടെ മേൽ ചലിക്കാൻ കഴിയാത്ത വിധത്തിൽ നിൽക്കുന്ന ചില കെട്ടുകൾ യേശുവിൻ നാമത്തിൽ, യേശുവിന്റെ അപ്പസ്തോലത്വം അനുസരിച്ചുകൊണ്ട്, യേശുവിന്റെ ഒരു പ്രവാചകനായി നിന്ന് ഈ രാത്രി ഞാൻ പറയുന്നു, കെട്ടഴിയട്ടെ. അഴിയ അഴിയ അഴിയ. ഇത് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി, ഇത് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ഈ ശക്തി വെളിപ്പെടാൻ പോവുകയാ. ഈ ശക്തി ഒരു പ്രദർശനമാകാൻ പോവുകയാ. ഇന്ന് രാത്രി ഈ ശക്തി ചിലരുടെ മൺകൂടാരങ്ങളെ തൊടുകയാണ്. ആരാധിച്ചേറ്റെടുത്തു. കുഞ്ഞുങ്ങൾ ശക്തമായി ഇന്ന് രാത്രി നിന്നെ ആരാധിപ്പിക്കാത്ത, നിനക്ക് സ്തോത്രം പറയാൻ കഴിയിപ്പിക്കാത്ത, നിന്റെ അതരത്തെ ഒതുക്കി വെച്ച് നിന്റെ ശരീരത്തിൽ രോഗമിട്ട്, രോഗലക്ഷണങ്ങളിട്ട്, ആമേൻ, നിരാശയിട്ട്, ആമേൻ, ഹല്ലേലൂയ, ഭാരമിട്ട് ചില കെട്ടുകളെ നോക്കി നീ ആത്മാവിൽ വാ തുറന്നു പറ, യേശുവിൻ നാമത്തിൽ അഴിയട്ടെ. അന്യഭാഷയിൽ ആരാധിക്കുന്നവർ അന്യഭാഷയിൽ ആരാധിച്ചു തുടങ്ങുക. അല്ലാത്തവർ യേശുവേ എന്ന് ഉറക്കെ വിളിച്ച് ഇന്ന് രാത്രി ധൈര്യത്തോടെ പറ, കെട്ടുകൾ അഴിയട്ടെ. ആത്മാവിൽ പ്രതികരിക്കുന്നവർ ആത്മാവിൽ പ്രതികരിച്ചു തുടങ്ങുക. അഴിയുന്നു. ചില കെട്ടുകൾ അസാധാരണമായി ഇന്ന് രാത്രി അഴിയുക. ഇനി ഒരുവനെ നിന്റെ കുടുംബത്തിനകത്ത് കെട്ടാത്തതുപോലെ ഈ രാത്രി അത് അഴിയുന്നു. ഉടമന രഗന ജനദല ഉടരബന രഗൽ ഖഡഗ രഗന ശതരജാനഗ രംദലാരബന യെസ് ഉടചാല ബൗഡവേദാരവ ഉടരബന യെസ് അതരജനദല ദിഗബന വേദലരബ ധൂരബന ബരബര ബൗഡരരബന ധൂരബന രഗൽ ഖഡഗ. ഈ രാത്രി ഒരു അസാധാരണ ശക്തി Shala Ramdara Dhirabara Baba Dhurabara Baudavera Baba. Yes. Dhiralal Khadagar Dhurabana. അടുത്ത ലെവലിലേക്ക് പരിശുദ്ധാത്മാവ് ചിലരെ ഇന്ന് രാത്രി കരം പിടിച്ചു കയറ്റുകയാ. അടുത്ത ലെവലിലേക്ക് ചിലരെ പരിശുദ്ധാത്മാവ് കരം പിടിച്ചു കയറ്റുക. ധീരബാര ബൗഢരാബ. യെസ്. പ്രാപിക്കട്ടെ. ആത്മാവിൽ ചിലർ ചലിക്കട്ടെ. ധൂരക്ഷാദല രഗബന വേദല ബൗഢബരന്ദ. ഹല്ലേലൂയ ലോ റിയാഥലറവ. യെസ്. നിറയ.
ഹാ റാഷി ലിബറബറബബബ റധു ലിബറബബബബ. ഈ ആത്മ നദി ഒന്ന് ഒഴുകാൻ നീ ഒന്ന് തുറന്നു കൊടുക്കോ. ഈ ആത്മ നദി ഒന്ന് ഒഴുകാൻ നീ അനുവദിക്കുമോ? ഇന്ന് രാത്രി അത് നിന്റെ അകത്തൂടെ അൺലിമിറ്റഡ് ആയിട്ട് ഒഴുകി തുടങ്ങുകയാണ്. അൺലിമിറ്റഡ് ആയിട്ട് ഒഴുകി തുടങ്ങുക. ഓ രാ ബാ 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 ശാല റാ ബാ ബാ ബാ. കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചേ. യെസ്, നിങ്ങളെ തലയിൽ കൈവെക്കാനൊന്നും ഇന്ന് രാത്രി നോക്കി നിൽക്കണ്ട. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇതിനകത്ത് ഒഴുകി തുടങ്ങുക. അത് പോകുന്ന മേഖലകളിൽ, ചാലുവെട്ടിയ മേഖലകളിൽ അത് ഒഴുകി തുടങ്ങും. ആ മേഖലകൾ ഇന്ന് രാത്രി ചലിച്ചു തുടങ്ങും. യെസ്, റിസീവ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ റാ ബാ 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 റുക ബാ 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 ഷാതല റബനാദര. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ശ്രദ്ധിച്ചേ. 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു തുടങ്ങിയ ആ ഭാഗം പറയുന്നത് വിശ്വസിച്ചവരുടെ കൂട്ടം. എന്താ ഈ കൂട്ടത്തിൻ്റെ പ്രത്യേകത? അവരേക മനസ്സുള്ളവരായിരുന്നു. ഓക്കെ, ഇതിനപ്പുറത്ത് വേറെന്തെങ്കിലും ഈ കൂട്ടം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ? ഞാനിങ്ങനെ പറയാം, എൻ്റെ അകത്ത് വന്ന വചനത്തിൻ്റെ അകത്തോടുള്ളൊരു വെളിപ്പാട് ഞാൻ നിങ്ങളോട് പറയാം. കൂട്ടമായി നിൽക്കുമ്പം ശക്തി വർദ്ധിക്കും. വചനം പറയുന്നു, ഒരുവൻ 1000-ത്തെ, 20 10,000-ത്തെ. ആമേൻ. ആ ബോട്ടിൽ, ഏതെങ്കിലും ഒരു ബോട്ടിലെ വെള്ളം എനിക്കൊന്ന് തരുമോ? കാണാവുന്ന പോലെ, വെള്ളത്തിൻ്റെ അളവ് കാണാവുന്ന പോലെ. അത് മതി. ഇതിനകത്തിപ്പം ഇത്രയും വെള്ളം ഉണ്ടെന്ന് നമുക്ക് കാണാം, അല്ലേ? ഇതിൻ്റെ പേരെന്നാ? കുപ്പിക്കകത്തുള്ളത് സംശയമുണ്ടോ വെള്ളമാണോന്ന്? ഇല്ല. ഇതെന്താ? കിണറ്റിനകത്തുള്ളതെന്നാ? ആറിനകത്തുള്ളതെന്നാ? കടലിലുള്ളതെന്നാ? മഴ പെയ്യുന്നതെന്നാ? ഫ്ലഡ് വരുന്നതെന്നാ? എല്ലാം വെള്ളമാണ്. അപ്പച്ചന്മാരൊരു സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, പലതുള്ളി സ്തോത്രം. അപ്പോൾ ഒരു തുള്ളിയായിട്ട് പലതുള്ളി പെരുവെള്ളം. മാറിയില്ലല്ലോ? ഇല്ല. ഓക്കെ. കാരണം ഈ കാലഘട്ടത്തിൻ്റെ പഴഞ്ചൊല്ല് മാറിയെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അമ്മേ അപ്പോൾ ശ്രദ്ധിച്ചേ, ഇതിൻ്റെ എല്ലാം പേര് വെള്ളമാണ്. അപ്പം നിങ്ങളുടെ മേലെല്ലാം ഒരു ശക്തിയുണ്ട്, ഉണ്ടോ ഇല്ലയോ? പക്ഷെ ഈ കൂട്ടം ഒന്നിച്ചിരിക്കുമ്പം പിന്നെ സ്തോത്രം. പക്ഷെ ഈ വെള്ളം എനിക്ക് എങ്ങനെ വേണേലും എന്നാ വേണേലും ചെയ്യാം. പോയോ? ഇല്ല, അടച്ചു വെച്ചേക്കുക. ഓക്കെ, സോറി. ഇതെനിക്ക് എന്നാ വേണേലും, അത്യാവശ്യം ഈ സമയത്ത് കിണറ്റിലെ വെള്ളം വേണേലും നമുക്ക് എന്നാ വേണേലും ചെയ്യാം. കാരണം അത് എവിടെ വരെയൊക്കെ ഇപ്പം കാണത്തുള്ളൂ. ഒരു മുട്ടിന് മുകളിലൊരു അരയ്ക്ക് താഴെയൊക്കെ കാണത്തുള്ളൂ. അതിനകത്തോട്ട് ഇറങ്ങി വേണേൽ കാലിട്ടടിക്കുവോ, എന്നാ വേണം, നടക്കുവോ, എന്നാ വേണേലും ചെയ്യാം. പമ്പയാറ്റിലും ഇപ്പം പോയാലും വേണേൽ അത്യാവശ്യം നീ എന്നാടാന്നൊക്കെ ചോദിച്ച് 2 ഔട്ടൊക്കെ കൊടുക്കാം. 4 ദിവസം ഒന്ന് അടുപ്പിച്ചങ്ങോട്ട് മഴ പെയ്യട്ടെ. ആ വെള്ളം ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പാസ്റ്റർ സാമാന്ന് പറഞ്ഞ് മുന്നോട്ട് കയറി നിന്ന നീ ആരാടാന്ന് ചോദിച്ചുകൊണ്ട് പൊക്കിക്കൊണ്ട് പോവോ ഇല്ലയോ? ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അങ്ങനെ പോകത്തില്ല. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ 2018 ഒന്ന് പുറത്തേക്ക് പോയാൽ മതി. അല്ലെ തുളസിയോട് ചോദിച്ചാൽ മതി. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. വെള്ളത്തിന് വല്ല ശക്തി ഉണ്ടോയെന്ന് ചോദിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ഇന്ന് രാത്രി
എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് തരുന്ന നിയോഗം ഞാൻ നിങ്ങളോട് പറയാം. അത് ആമേൻ ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി ദൂത് ഇതിനകത്തുണ്ട്. ആമേൻ ഹല്ലേലൂയ. 1-2 സാക്ഷികളെയൊക്കെ കൊണ്ടുവരാനുള്ള അനുഭവം എല്ലാം ഇതിനകത്തുണ്ട്. പക്ഷേ ഇത് ഞാൻ ആത്മാവിലൊന്ന് കൊണ്ടുപോവാണ്. ആമേൻ ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഈ ഓരോ ഗ്ലാസ് വെള്ളങ്ങളും, ജീന എന്നൊരു ഗ്ലാസ് വെള്ളം, ബിന്ദു എന്നൊരു ഗ്ലാസ് വെള്ളം, ആമേൻ ആരോ എന്നൊരു ഗ്ലാസ് വെള്ളം, റേഖൻ എന്നൊരു ഗ്ലാസ് വെള്ളം, ഇതെല്ലാം കൂടെ ഒന്ന് ഒന്നിച്ചായ ഉണ്ടല്ലോ, നിങ്ങൾ എന്നോട് ചേർന്ന് പറയാമോ, ഈ കൂട്ടത്തിൻ്റെ അകത്തേക്ക് ഒരു ശത്രുവിനും വന്ന് ആമേൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൻ ആ വെള്ളത്തിൻ്റെ ശക്തി തിരിച്ചറിയും. ഇന്ന് രാത്രി നിങ്ങൾ ആത്മാവിൽ വിശ്വസിച്ചാൽ ഈ കൂട്ടം ഇതിനകത്ത് ഒന്ന് നിറയാൻ പോവുകയാ. ഹല്ലേലൂയ. ഈ കൂട്ടത്തിൽ ഇന്ന് രാത്രി എവിടൊക്കെയോ വലിയവ സംഭവിക്കും. ആമേൻ ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞ അവരെല്ലാം കൂടെ കൂടി ഇതൊന്നായി. അവർക്ക് കളർ വ്യത്യാസമില്ല, പണ വ്യത്യാസമില്ല, സാഹചര്യ വ്യത്യാസമില്ല, കുടുംബ വ്യത്യാസമില്ല. ആമേൻ. വിശ്വസിച്ചവരെല്ലാം കൂടെ ഒന്നായപ്പോ അവരുടെ അകത്തു നിന്ന് ഒരു മഹാശക്തി. ഓ ഹല്ലേലൂയ. ഇതിനൊരു വലിയ ഉറപ്പുണ്ട്. ആമേൻ ഹല്ലേലൂയ. എനിക്ക് മനസ്സിലായി, ഇങ്ങനെ കൂടുന്ന വെള്ളത്തിൽ ഇതിന്റെ മേലോട്ട് ശക്തി പകരാൻ എൻ്റെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഇല്ലാത്ത ചില മേഖലകളെ സാധ്യമാക്കുന്നതിന് മുമ്പ് ദൈവം വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞു, വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ചില ശക്തി വെളിപ്പെടുന്നതിന് മുൻപ്, ചില ക്രിയേഷൻസ് നടക്കുന്നതിന് മുൻപ് പകരാൻ സാധ്യതയുള്ളതിന്റെ മേൽ ദൈവം ചിലത് പകർന്നെങ്കിൽ ഇന്ന് രാത്രി ചില ക്രിയേഷൻസ് നടക്കാൻ പോകുകയാണ്. നെവിൻ കഴിഞ്ഞ ദിവസം ആത്മാവിൽ പ്രവചിച്ചതുപോലെ സ്പിരിറ്റ് ഓഫ് ബാറ ഇതിനകത്ത് വെളിപ്പെടാൻ പോകുകയാണ്. അവൻ അത് വെളിപ്പെടുന്നത് ഇതുവരെ ഇല്ലാത്ത ചിലത് ക്രിയേറ്റഡ് ആകാൻ പോകുകയാ. അത് എവിടെയാ സംഭവിച്ചത്? വെള്ളത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ പരിവർത്തിപ്പിച്ചിട്ട് അടുത്ത ചിലത് ശക്തമായി ക്രിയേറ്റ് ആയതുപോലെ. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും ഇന്ന് രാത്രിയിലെ ശുശ്രൂഷ കഴിയുമ്പോൾ അടുത്ത ലെവലിലേക്ക് പരിശുദ്ധാത്മാവ് ചിലരെ കയറ്റാൻ പോകുകയാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ചിലരെ കയറ്റാൻ പോകുകയാ. പരിശുദ്ധാത്മാവ് ചിലരെ കയറ്റാൻ പോകുകയാ. പരിശുദ്ധാത്മാവ് ചിലരെ കയറ്റാൻ പോകുകയാ. പരിശുദ്ധാത്മാവ് ചിലരെ കയറ്റാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ അത് ഇന്ന് രാത്രി ഈ കൂട്ടത്തിന് മേൽ സംഭവിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ചേർന്നൊരാമേൻ പറഞ്ഞേ. ആമേൻ. ഇന്ന് രാത്രി സ്വർഗത്തിന്റെ കരം ഇതിനകത്ത് ചലിക്കാൻ പോവുകയാ. ആമേൻ ഹല്ലേലൂയ. 1 മിനിറ്റ് ഒന്ന് കരം കോർത്തിട്ട് പറഞ്ഞ്, ഞങ്ങൾ ഏക മനസ്സോടെ ഏക ഹൃദയത്തോടെ. ആമേൻ ഹല്ലേലൂയ. ഒരു ഗ്ലാസ്സിലിരിക്കുന്ന വെള്ളം നമുക്ക് എന്തും ചെയ്യാം, ഞാൻ പറഞ്ഞതുപോലെ. പക്ഷേ ആമേൻ, വെള്ളം അത് കൂട്ടം കൂടി 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 വരുന്തോറും അതിന്റെ ശക്തി വർദ്ധിച്ചു വരുന്നത് പോലെ ഇന്ന് രാത്രി ഇതിനകത്തൊരു അസാധാരണ ശക്തിയുടെ പ്രദർശനം യേശുവിൻ നാമത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. കരമടിച്ചൊരു 2-3 മിനിറ്റ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവർ അന്യഭാഷയിൽ പ്രാർത്ഥിച്ച്, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവർ അന്യഭാഷയിൽ പ്രാർത്ഥിച്ച്, ഒന്ന് ആത്മാവിൽ പ്രതികരിച്ച് ശക്തമായി ഒന്ന് കരമടിച്ച് ഈ സമയം ആത്മമണ്ഡലം ഒന്ന് തുറക്കട്ടെ. ഇതിന്റെ അകത്തൊരു വലിയ ദൈവപ്രവൃത്തി. യെസ്. എനിക്ക് ഉറപ്പാണ് ഈ രാത്രി ശത്രു പൊളിയുന്നു. ശത്രു പൊളിയുന്നു. യെസ്, ശത്രു പൊളിയുന്നു. ഞാൻ കാണുന്നു ഒരു വലിയ ഐസിന്റെ കൂട്ടം ഉരുകി മാറുന്നത് പോലെ ഈ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ ചില ശക്തികൾ പൊളിയുന്നു. പകരപ്പെടട്ടെ. Hallelujah. Bara Spirit of Bara, പരിശുദ്ധാത്മാവിന്റെ മഹാശക്തി ചിലത് ഇന്ന് രാത്രി ആത്മാവിൽ വിടുവിക്കപ്പെടുകയാണ്. ശുശ്രൂഷയ്ക്കകത്ത് ഞാൻ പറയാം, പ്രൊമോഷൻസ് ഇന്ന് രാത്രി സംഭവിക്കും. ഞാൻ വെറുതെ പറയല്ല, ശുശ്രൂഷയ്ക്കകത്ത് ഇന്ന് രാത്രി പ്രൊമോഷൻസ് ഉണ്ടാകും.
ആമേൻ ഹല്ലേലൂയ. കർത്താവ് അത് കൊതിച്ചു വന്നിട്ടുണ്ട് ചിലർക്ക് കൊടുക്കാൻ. റിസീവ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ആമേൻ ഹല്ലേലൂയ, പരിമിതിയില്ലാതെ അൺലിമിറ്റഡ് ആയി ആമേൻ ഇന്ന് രാത്രി അത് പകരാൻ എൻ്റെ സ്വർഗത്തിന്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. ആർ യു റെഡി ടു റിസീവ്? എത്ര പേർ ചേർന്നതിന് ഒരു ആമേൻ പറയൂ? ഈ രാത്രി പറ, ഐ നീഡ് ഇറ്റ്. ഷാദൽ കമാനദല റിഗബനവേദി. ഈ രാത്രി ദൈവത്തിന്റെ മഹത്വം ഇതിനകത്തുണ്ട്, ദൈവത്തിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നു. എനിക്കറിയില്ല അടുത്ത സെക്കൻഡ് പരിശുദ്ധാത്മാവ് എന്തു ചെയ്യാൻ പോകുന്നെന്ന്. പക്ഷെ ഒന്നെനിക്ക് ഉറപ്പുണ്ട്, ചിലതിന്റെ സ്ഥിതി മാറ്റാൻ ഈ രാത്രി ദൈവാത്മാവ് ഇതിനകത്തുണ്ട്. Yes. ഹല്ലേലൂയ. 3 കാര്യമാണ് അല്ലെങ്കിൽ 3 പോയിന്റ് ആണ് അതിൻ്റെ മുമ്പിൽ. ഒന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാനത് പ്രാരംഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ ദൈവവചന ധ്യാനത്തിന് മുമ്പിൽ മനസ്സിലാകേണ്ടതിന് വേണ്ടി മാത്രം പറഞ്ഞു വിടാം. പ്രൈസ് ദി ലോർഡ്. ഈ മഹാശക്തി അപ്പോസ്തലന്മാരുടെ മേൽ ആമേൻ വിശ്വസിച്ച കൂട്ടത്തിൻ്റെ മേൽ വന്നപ്പോൾ അവിടെ നടന്ന ആദ്യത്തെ സംഭവം 33-ാമത്തെ വാക്യം, മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷിയായി. ഹല്ലേലൂയ. വെറും സാക്ഷിയല്ല, പുനരുത്ഥാനത്തിന്റെ സാക്ഷി. ചേർന്നൊരാമേൻ പറഞ്ഞേ, കരങ്ങൾ അടിച്ചൊരാമേൻ പറഞ്ഞേ. ഇന്നു രാത്രി നിന്നെ മരിച്ച സാക്ഷിയാക്കാനല്ല, നിന്നെ ജീവിപ്പിക്കുന്ന സാക്ഷിയാക്കാൻ. നിന്നെ അപമാനത്തിന്റെ സാക്ഷിയാക്കാനല്ല, നിന്നെ ജീവിക്കുന്ന സാക്ഷിയാക്കാൻ. പുനരുത്ഥാനത്തിന്റെ സാക്ഷ്യം. നിങ്ങൾ എത്ര പേരെന്നോട് ചേർന്ന് പറയും, അടുത്ത ദിവസങ്ങൾ ദൈവസഭ പറയാൻ പോകുകയാണ് പുനരുത്ഥാനത്തിന്റെ സാക്ഷി. ആമേൻ. ലാസർ പറഞ്ഞത് മാത്രമല്ല, ആമേൻ ഹല്ലേലൂയ, ആമേൻ മറ്റ് സഹോദരങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ ജനിച്ച് മരണത്തിൽ നിന്ന് പുറത്ത് വന്നവരുണ്ട്. അവർ പറഞ്ഞ സാക്ഷ്യമല്ല, ഈ 2026 ടാമി പ്രയർ സെന്ററിനകത്ത് പുനരുത്ഥാനത്തിന്റെ സാക്ഷി പറയാൻ പോവുക. ഞാൻ മരിച്ചതായിരുന്നു. ആമേൻ. ഒരപ്പം പറഞ്ഞു, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു. ആമേൻ. ഇവിടെ അടുത്ത ദിവസങ്ങൾ സാക്ഷ്യം കേൾക്കാൻ പോകുകയാണ്. ഞാൻ മരിച്ചതായിരുന്നു, പക്ഷെ ദൈവം എനിക്ക് ജീവൻ മടക്കി തന്നു. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഈ സാക്ഷ്യം ഇതിനകത്ത് കേൾക്കാൻ പോകുകയാണ്. ഞാൻ മരിച്ചതായിരുന്നു, പക്ഷെ എന്റെ ദൈവം എനിക്ക് പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ ജീവൻ നൽകി. ഈ രാത്രി എത്ര പേർ ആത്മാവിൽ വിശ്വസിക്കുന്നു? അങ്ങനെ ചില സാക്ഷ്യങ്ങൾ ഇതിനകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. അങ്ങനെങ്കിൽ ആത്മാവിൽ ഞാൻ പറഞ്ഞു തുടങ്ങുന്നു, മരിച്ച സംഭവങ്ങൾ ജീവിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ വാക്ക്, ഈ മഹാശക്തി വെളിപ്പെട്ടപ്പോൾ ആമേൻ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ മഹാശക്തി വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ അപ്പോസ്തലന്മാരുടെ നടുവിൽ വെളിപ്പെട്ടപ്പോൾ അടുത്ത പദം അവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു. എനിക്ക് ആ വാക്കിൽ എല്ലാവരും എന്നുള്ളതാണ് ഇഷ്ടപ്പെട്ടത്. ചേർന്നൊരാമേൻ പറയാവോ? എല്ലാവരും. ഏതാണ് എല്ലാവരും? വിശ്വസിച്ച എല്ലാവരും, അപ്പോസ്തലന്മാർ എല്ലാവരും. ഇന്ന് രാത്രി സഭയുടെ ശുശ്രൂഷകനായതുകൊണ്ട് ആമേൻ സ്വാർത്ഥതയാണോ എനിക്കറിയില്ല. പക്ഷെ എൻ്റെ വാക്കിൽ ഒത്തിരി കൊതിയോടെ ഞാൻ പറയാ, ചർച്ചിലെ എല്ലാവരുടെ മേലും ധാരാളം കൃപ. ഓ ഹോ 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 ധാരാളം കൃപ ലഭിച്ചവ. ഓ റാബാഷാല. ഹല്ലേലൂയ. കിഡ്സ് ചർച്ചിനകത്ത് എല്ലാവരുടെ മേലും ധാരാളം കൃപ. യൂത്ത് ഡിസൈപ്പിൾസിൽ എല്ലാവരുടെ മേലും ധാരാളം കൃപ. ചർച്ചിന്റെ എൽഡേഴ്സ് ടീമിൽ എല്ലാവരുടെ മേലും ധാരാളം കൃപ. ചർച്ചിന്റെ ലേഡീസ് ഗ്രൂപ്പിൽ എല്ലാവരുടെ മേലും ധാരാളം കൃപ. നമ്മുടെ സഭയ്ക്കകത്ത് എല്ലാവരുടെ മേലും ധാരാളം കൃപ. അങ്ങനൊരു ശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് തുറക്കും. അങ്ങനൊരു ശക്തി ഇതിനകത്ത് തുറക്കും. മൂന്നാമത്തെ വാക്ക് അവിടെ എഴുതിയിരിക്കുന്നത്, 1 പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യമായി, 2 എല്ലാവരുടെ മേലും ധാരാളം കൃപയായി. അടുത്ത പദം ആമേൻ ഹല്ലേലൂയ, ഈ മഹാശക്തി വന്നപ്പോൾ
വായിച്ചേ. ഓ, എന്തിനെങ്കിലും മുട്ടുണ്ടെന്ന് തോന്നുന്നോ? ഈ മഹാശക്തിക്കകത്തോട്ട് കയറിക്കോ. എന്തിനെങ്കിലും മുട്ടുണ്ടെന്ന് തോന്നുന്നോ? ഈ കൂട്ടത്തിന്റെ അകത്തോട്ട് കയറിക്കോ. Praise the Lord. Hallelujah. Amen. Hallelujah. Amen. എന്തിനെങ്കിലും ഒരു കുറവ് വരുന്നെന്ന് തോന്നുന്നോ? ഈ ശക്തിക്കകത്തോട്ട് കയറിക്കോ. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി ഈ ദൈവസഭയ്ക്കകത്ത് വർദ്ധിച്ചു വരുന്ന ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് ഒരു വലിയ നിറവുണ്ട്? Hallelujah. Rabala janadala. അടൽക്കമന ബൗഡവേദാരബ ശതരാധന റിബൽ ഘടകമന ഹദുരി ജനതല റിബൽ ഘടകമന. ഇന്ന് രാത്രി ചില മേഖലകളിൽ മുട്ടുവരുത്തുമെന്ന് ശത്രു വെല്ലുവിളിക്കുന്നിടത്ത് ഈ രാത്രി ഒരു ശക്തിയുടെ പകർച്ച. കുറവുകൾ നീങ്ങുന്നു, കുറവുകൾ ജയിക്കില്ല. ഇന്ന് രാത്രി നിന്റെ ആരോഗ്യ കുറവ് മാറുന്നു. ഇന്ന് രാത്രി നിന്റെ സാമ്പത്തിക കുറവ് മാറുന്നു. ഇന്ന് രാത്രി നിന്റെ അഭിഷേകത്തിന്റെ കുറവ് മാറുന്നു. ഇന്ന് രാത്രി നിന്റെ കൃപയുടെ കുറവ് മാറുന്നു. ഇന്ന് രാത്രി നിന്റെ സമാധാനത്തിന്റെ കുറവ് മാറുന്നു. ഇന്ന് രാത്രി നിന്റെ സ്വസ്ഥതയുടെ കുറവ് മാറുന്നു. കുറവുകൾ നീക്കുന്ന ഒരു ദൈവം. എന്നെ നല്ല അനുഭവം അല്ലേ? മഹാശക്തിയോടെ വിശ്വസിച്ചവർ ഒരുമിച്ചിരുന്നപ്പം അവർ അകത്തൊന്നിനും. ഇതുകൊണ്ട് കർത്താവിനെ ആരാധിക്കുമ്പോൾ, ദൈവനാമത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ആമേനല്ലേ, ലോകം പറയുന്നത് അവന് എവിടെ നോക്കിയോ കാശ്. എൻ്റെ പൊന്നെ, ഇത് ഈ മുട്ട കിട്ടും. നമ്മൾ മുഴങ്കാലും മടക്കുമ്പോൾ ഇത് കിട്ടും. ഒരു ആമേൻ പറഞ്ഞേ. ആമേൻ. ഹല്ലേലൂയ. ഈ ശക്തി വരുമ്പോൾ ഇത് വരും. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേർ ആത്മാർത്ഥമായിട്ട് പറയുന്നു? ആമേൻ. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയാം, അഭിഷേകത്തിനകത്ത് നമുക്ക് വേണ്ടിയതെല്ലാം ഉണ്ട്. ഞാൻ സഭയ്ക്കകത്ത് ആവർത്തിച്ച് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഇന്ന് രാത്രി വീണ്ടും ആവർത്തിക്കുന്നു. അഭിഷേകത്തിനകത്ത് നമുക്കെല്ലാം ഉണ്ട്. അഭിഷേകത്തിനകത്ത് സൗഖ്യമുണ്ട്. അഭിഷേകത്തിനകത്ത് ആരോഗ്യമുണ്ട്. അഭിഷേകത്തിനകത്ത് സ്വസ്ഥതയുണ്ട്. അഭിഷേകത്തിനകത്ത് വർധനവുണ്ട്. അഭിഷേകത്തിനകത്ത് നിനക്ക് വേണ്ടിയ പണമുണ്ട്. അഭിഷേകത്തിനകത്ത് നിനക്ക് വേണ്ടിയ വീടുണ്ട്. അഭിഷേകത്തിനകത്ത് നിനക്ക് വേണ്ടിയ വാഹനമുണ്ട്. അഭിഷേകത്തിനകത്ത് നിനക്ക് വേണ്ടിയ വസ്ത്രമുണ്ട്. അത് നീ ചോദിക്കുന്നതിനേക്കാൾ, അത് നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ, അത് നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി ഇത് തരാൻ ഈ അഭിഷേകത്തിന് കഴിയുമെന്ന് ഇന്നു രാത്രി ഞാൻ വിശ്വസിക്കുന്നു. ഉടരവന റീബൽ ഘടകമനാദിയ റന്ദരാധനാദിയ റീബൽ ഘടകമന ഹദുരി ജനതല റിബൽ ഘടകമന ശതരാധന. യെസ്, ഈ രാത്രി എത്ര പേർ ആത്മാർത്ഥമായിട്ട് പറയൂ, എൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ഈ അഭിഷേകത്തിന് ഇന്ന് രാത്രി എന്നെ പുലർത്താൻ കഴിയും. ഇന്ന് രാത്രി എൻ്റെ മേൽ വീഴ്ത്തപ്പെട്ട അഭിഷേകത്തിന് എൻ്റെ തലമുറകളെ പുലർത്താൻ കഴിയും. ഇന്ന് രാത്രി എൻ്റെ മേൽ വീഴ്ത്തപ്പെട്ട അഭിഷേകത്തിന് എൻ്റെ ഭാവിയെ നിയന്ത്രിക്കാൻ കഴിയും. ഇന്ന് രാത്രി എൻ്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന് എനിക്കുള്ള നന്മകൾ ഒഴുക്കി തരാൻ കഴിയും. വരുന്നു 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 ഈ ആത്മ നദിക്കകത്തൂടെ ഇന്ന് രാത്രി നിന്റെ നന്മകൾ വരികയോ. ഈ ആത്മ നദിക്കകത്തൂടെ ഇന്ന് രാത്രി വലിയ നന്മകൾ വെളിപ്പെട്ടു വരുന്നു. വലിയ വലിയ നന്മകൾ, വലിയ നന്മകൾ, വലിയ നന്മകൾ. ആമേൻ. ഉയരങ്ങളിൽ നിന്നുള്ള വലിയ നന്മകൾ ഇത് ഞാൻ പ്രവചിക്കുന്നു. നീ ആരാധിക്കുമ്പോൾ, നീ ആത്മാവിൽ ചലിക്കുമ്പോൾ എവിടേക്കോ നിന്നെ കുറിച്ച് ഓർമ്മ വരുത്തി നിനക്ക് നഷ്ടപ്പെട്ട, നിന്നെ മറന്നുപോയ, നിനക്ക് മാറിപ്പോയ ചില മേഖലകൾ നിനക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നു. യെസ്, യെസ്, യെസ്. റിസീവ് ചെയ്യുക. കുഞ്ഞുങ്ങൾ മടി കാണിക്കരുത്. ഈ രാത്രി നിങ്ങളെ വിടുതലിന്റെ രാത്രിയാ. ആമേൻ. ഞാനത് വിശ്വസിക്കുന്നു. ഹോ ഹോ ഹോ.
ഈ മഹാശക്തി വെളിപ്പെട്ടപ്പോൾ ഒന്ന് സാക്ഷ്യം. ഈ മഹാശക്തി വെളിപ്പെട്ടപ്പോൾ ആമേൻ ഒന്ന് എല്ലാവരുടെ മേലും ധാരാളം കൃപ. ഈ മഹാശക്തി വെളിപ്പെട്ടപ്പോൾ ഒന്നിനും കുറവില്ല. ഹലോ, ഒന്നിനും കുറവില്ല. ആമേൻ. അങ്ങനാണെങ്കിൽ ഈ ശക്തി നമുക്ക് വേണ്ടേ? ഈ മഹാശക്തി വേണ്ടേ? ഓ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് അത് പറയുന്നെങ്കിലും ഇന്ന് രാത്രി എൻ്റെ വാക്കിൽ, എൻ്റെ ഭാഷയിൽ ഞാനതൊന്ന് പരിഭാഷപ്പെടുത്തിക്കോട്ടെ. ഞാൻ നനയ്ക്കുന്നതിനേക്കാൾ, ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ, ഞാൻ ചോദിക്കുന്നതിനേക്കാൾ, ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ എന്നെ ജയോത്സവമായി നടത്താൻ കഴിയുന്ന, എൻ്റെ മേൽ തരാൻ കഴിയുന്ന ആമേൻ ഒരു നന്മയുടെ ഉറവിടമോ ഈ പരിശുദ്ധാത്മാവിന്റെ മഹാശക്തി. ഇത് പ്രാപിച്ചവരെ നാം അങ്ങനെ കാണുകയോ? ഹല്ലേലൂയ. ഓക്കേ, 3 പദങ്ങളാണ് പറഞ്ഞത്. 1 ആമേൻ ഹല്ലേലൂയ പുനരുത്ഥാനത്തിന്റെ സാക്ഷ്യം. 2 ആമേൻ ഹല്ലേലൂയ ധാരാളം കൃപ. 3 ഒന്നിനും കുറവില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എല്ലാം ധാരാളമായി നൽകുന്നു. ഞാൻ ആ സാക്ഷ്യത്തിൻ്റെ അകത്തേക്ക് വന്നു. ആമേൻ. എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കയ്യിൽ പരിശുദ്ധാത്മാവ് നിയോഗം തന്നതനുസരിച്ച് കുറേ ആമേൻ കാര്യങ്ങൾ ഞാൻ ആമേൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എവിടെ വരെ പോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആമേൻ ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ എന്നെ ആമേൻ മനഃപൂർവ്വമായി ഇന്ന് രാത്രി അടുത്ത നിമിഷങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഏതൊരു കുടുംബത്തിനകത്തും ഒരു മനുഷ്യ ജീവിതത്തിനകത്ത് ഏറ്റവും കൂടുതൽ മാനസിക ഉലച്ചിലുണ്ടാക്കുന്ന ആമേൻ ഹല്ലേലൂയ ഒരു പൈശാചിക തന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ, നമ്മുടെ രക്തബന്ധങ്ങളിൽ ഏതെങ്കിലും നിലകളിൽ ഒരു 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 പൈശാചിക അറ്റാക്ക്, ഒരു പൈശാചിക നിയന്ത്രണം, ഒരു പൈശാചിക അനുഭവം പ്രൈസ് ദി ലോർഡ് വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ അത് ചിലപ്പോൾ വാക്കുകളിൽ, പ്രവൃത്തികളിൽ ഒക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമായി അതിൻ്റെ ശക്തി വെളിപ്പെട്ട് നിൽക്കുമ്പോൾ ആ കുടുംബം ഒത്തിരി നിരാശപ്പെടും. എത്ര പേരെന്നെ അത് മനസ്സിലാക്കുന്നു? ആമേൻ ഹല്ലേലൂയ. ഒരു ചെറിയ സാമ്പത്തിക പരാജയത്തെക്കാൾ, ഒരു ചെറിയ രോഗത്തെക്കാൾ ഒക്കെ കുടുംബത്തിനകത്തുള്ള പൈശാചിക ആമേൻ എന്ന് പറയുന്നത് താണ്ഡവമാട്ടം, പൈശാചിക ശക്തികളുടെ ആമേൻ പ്രകടമാകൽ ആ കുടുംബത്തെ ഭയങ്കരമായിട്ട് അസ്വസ്ഥമാക്കും. പക്ഷേ ഇന്ന് രാത്രി ആദ്യത്തെ ഒരു സാക്ഷ്യം ഞാൻ ദൈവവചനത്തിനകത്തു നിന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പോകുകയാണ്. ആമേൻ. ആ സാക്ഷ്യം ഞാൻ പരിശുദ്ധാത്മാവിൽ മനസ്സിലാക്കി. ആമേൻ ഹല്ലേലൂയ. പൈശാചിക മണ്ഡലം ഒരു ആമേൻ വ്യക്തിയെ എന്ന് ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു കുടുംബത്തെ എൻ്റെ വാക്കിൽ താണ്ഡവമാടി പിടിച്ചു മുറുക്കിയപ്പോൾ ഈ മഹാശക്തിയുടെ ഒരു പ്രദർശനം നമുക്കൊന്ന് വായിക്കാം. ആമേൻ. നിങ്ങൾ എന്നെ ഒന്ന് വായിച്ച് സഹായിക്കുക. ആമേൻ ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 20 വരെയുള്ള ഭാഗങ്ങളിലാണ് നമ്മൾ ആ പോർഷൻ കാണുന്നത്. ഒന്ന് വായിച്ചു വേഗത്തിൽ ഒന്ന് മുന്നോട്ട് വരാം. ആമേൻ. ആ ഭാഗങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ആമേൻ ഹല്ലേലൂയ. അവിടെ നാം കാണുന്ന ഒരു പൈശാചിക മണ്ഡലത്തിൻ്റെ മേൽ ഈ ശക്തിയുടെ ആമേൻ ഈ മഹാശക്തിയുടെ ജയം. യെസ്. ഹലോ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നു? ഈ എൻ്റെ വ്യാഖ്യാനങ്ങൾ നിങ്ങൾ എങ്ങനെ ഏറ്റെടുക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാനതിനെ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തു നിന്ന് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വരികയാണ്. അവൻ പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറയിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. ഇന്ന് രാത്രി ശ്രദ്ധിച്ച്, പൈശാചിക മണ്ഡലങ്ങൾ ഒരു കാന്തവും ഇരുമ്പും തമ്മിൽ ആകർഷിക്കുന്നത് പോലെ ആകർഷിക്കപ്പെടുന്ന ഒരു അത്യന്ത ശക്തിയാണ് യേശുവിൻ്റെ മഹാശക്തി. ഹല്ലേലൂയ. യേശുവിൻ്റെ ആത്മാവിലുള്ള മഹാശക്തി. അവൻ മറഞ്ഞിരുന്നു ചിലത് ചെയ്തവൻ, മറഞ്ഞിരുന്നു തന്ത്രം മെനഞ്ഞവൻ, മറഞ്ഞിരുന്നു കൊണ്ട് അവൻ ഒരു കുടുംബത്തെ തകർത്ത് ആ കുടുംബത്തിൽ ഈ തലമുറ എന്ന പദം ഉപയോഗിച്ചോട്ടെ, ഈ നല്ല യൗവനക്കാരനെ കല്ലറയിൽ കിടത്തി. ഹലോ, അവൻ വീട്ടിൽ കിടക്കാതെ കല്ലറയിൽ കിടത്തി അവനെ ആമേൻ ഹല്ലേലൂയ തകർക്കാൻ ശ്രമിച്ച അല്ല, തകർത്തുകൊണ്ടിരുന്ന അല്ല, അവനെ മുടിച്ചുകൊണ്ടിരുന്ന അല്ല, അവന്റെ ഭാവിയെ ഇല്ലാതാക്കിക്കൊണ്ട് ആ ശക്തി നോക്കിക്കേ. ഒരുവൻ പടകിൽ നിന്ന് ഇറങ്ങി ഈ അത്യന്ത ശക്തിയോടെ അങ്ങോട്ട് നടന്നു നീങ്ങുമ്പോ ആമേൻ അവന്റെ അകത്തിരിക്കുന്ന ഇരുട്ടിന്റെ ശക്തി ആമേൻ അവനോട് പറയാ, ഇതാ ഒരുവൻ വന്നിട്ടുണ്ട്.
നിങ്ങളെല്ലാവരും അത് ഉൾക്കൊണ്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് റിസീവ് ചെയ്യേണ്ടവർ അതുപോലെ റിസീവ് ചെയ്യാത്ത കുഴപ്പമാണോ? ഇന്ന് രാത്രി എവിടെയോ കുടുംബങ്ങൾക്കകത്ത് മറഞ്ഞു കിടക്കുന്ന ചില പൈശാചിക മേഖലകൾ ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ റിവീലായി പുറത്തു വരാൻ പോവുകയോ, വെളിപ്പെട്ട് പുറത്തു വരാൻ പോവുകയോ. നാളുകൾ ഇവനെ കല്ലറയ്ക്കകത്തൊതുക്കിയ, ഹലോ, അവൻ ഇവന്റെ ഭാവി നശിപ്പിച്ച് ഇവന്റെ കുടുംബജീവിതം ഇല്ലാതാക്കിയ, ഇവന്റെ ജീവിത നന്മകളെ ഒതുക്കിയ ചില ശക്തികൾ അത് വെളിപ്പെട്ടു വരാൻ പോവുകയോ. ഓ ഹല്ലേലൂയ. ഇനി പെട്ടത് എന്താ സംഭവിച്ചത്? അവനെ എതിരേറ്റു. ഓക്കെ, അവന്റെ മേൽ വ്യാപരിച്ച പൈശാചിക ശക്തി അവന്റെ മേൽ അറ്റാക്ക് ചെയ്ത് അവനെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് ഒരു കയറ് കൊണ്ടോ ചങ്ങല കൊണ്ട് പോലും അവനെ ബന്ധിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ആ ശക്തിയെ നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞു. ചങ്ങല കൊണ്ട് പോലും അവനെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ബന്ധിച്ചു കൂടാഞ്ഞു. അടുത്ത വായിച്ചു. അവനല്ല, അവന്റെ അകത്തു വ്യാപരിച്ച പൈശാചിക ശക്തി അവനെ ബന്ധിച്ച ചങ്ങല പൊട്ടിച്ചിട്ട്, അവനെ ഹല്ലേലൂയ ആമേൻ വലിച്ചു പൊട്ടിച്ച് വിലങ്ങ ഉരുമി ഒടിച്ചു കളഞ്ഞ് ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. ഒരു ദൂത് പറഞ്ഞു മുന്നോട്ട് പോക. ഇതുവരെ ആർക്കും അടക്കാൻ കഴിയാത്ത ചില ഇരുട്ടിന്റെ ശക്തികൾ അടുത്ത നിമിഷങ്ങൾ ആ വ്യക്തി സാക്ഷ്യമായി വെളിവരാൻ പോവാ. ഇന്ന് രാത്രി ഞാൻ കൂട്ടമായിട്ട് ഇരുത്തിയതിന്റെ കാരണം നിങ്ങൾക്ക് ഇടയ്ക്ക് കരം കോർക്ക, നിങ്ങൾക്ക് ഇടയ്ക്ക് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി ഒരുവനിൽ നിന്ന് ഒരുവനിലേക്ക്, ഒരുവനിൽ നിന്ന് ഒരുവനിലേക്ക് ഈ ശക്തി പകരപ്പെടുമ്പോൾ എവിടൊക്കെയോ കഴിഞ്ഞ നാളുകളിൽ ചങ്ങലകൾ പൊട്ടിച്ചു പോലും കുടുംബങ്ങളെ തകർത്ത് ചിലത് ഇന്ന് രാത്രി അടിയറ പറയുകയോ. ഞാനിത് വെറുതെ പറയല്ല, ഞാൻ വെറുതെ സ്ട്രെയിൻ എടുത്ത് പറയല്ല. ഇന്ന് രാത്രി എനിക്ക് ഫീൽ ചെയ്യുന്നു ചില ലഗ്യോന്മാർ അടിയറ പറയാൻ പോവാ. അടിയറ പറയാ. ഹല്ലേലൂയ. വിശദീകരിക്കുന്നില്ല, വേഗത്തിൽ പോണമല്ലോ. താഴോട്ട് വായിച്ചോ. ഈ ശക്തി അവനിൽ ചെയ്യിപ്പിച്ച ചില പരാജയങ്ങൾ നോക്കിക്കോണേ. രാവും പകലും അവൻ എവിടെ കിടക്കും? അർത്ഥം, അവൻ ജോലി ചെയ്യത്തില്ല, അവൻ ശുശ്രൂഷ ചെയ്യത്തില്ല, അവൻ ആരെ സ്നേഹിക്കത്തില്ല, അവനെയും ആരും സ്നേഹിക്കത്തില്ല, അവൻ ആരോടും സംസാരിക്കാനില്ല, അവനോടും ആർക്കും സംസാരിക്കാനില്ല. രാവും പകലും അവൻ ഒറ്റപ്പെട്ടവൻ, രാവും പകലും അവൻ നിരാശൻ, രാവും പകലും അവൻ ആഹാരം കഴിക്കാത്തവൻ, രാവും പകലും അവൻ ജോലി ചെയ്യാത്തവൻ. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ അവൻ കല്ലറയ്ക്കടുത്ത്, കല്ലറയിലാണ് എന്ത് ചെയ്തത്? മോളത്തെ വാക്യം ഒന്നോട്ടെ, മോളത്തെ വാക്യം ഒന്നോട്ടെ. പലപ്പോ രാവും പകലും കല്ലറകളിലും മലകളിലും. അടുത്ത് നോക്കിയേ, അവൻ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും. ചിരിക്കേണ്ടവൻ ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്നും വചനമുണ്ടെങ്കിലും എപ്പോഴും എന്ത് ചെയ്യും? ഇന്ന് രാത്രി നിങ്ങൾ എത്ര പേരെ ഉൾക്കൊള്ളുന്നു? എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവചിക്കാൻ പറയുന്നു, എപ്പോഴും നിന്നെ കരയിക്കുന്ന ചിലതിനെ ഇന്ന് രാത്രി എൻ്റെ സ്വർഗം അടിയറ പറയിക്കുക. ഇനി അത് നിന്റെ കുടുംബത്തിൽ ജയിക്കില്ല. നിന്നെ എപ്പോഴും ഇനി അടുത്ത ശ്രദ്ധിച്ചേ, അവൻ തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ച്. അതിന്റെ അർത്ഥം എന്റെ വാക്യം പറയാം, എന്തിനാ ജീവിക്കുന്നത്? ഇടിക്കുക, സ്വയം ഇടിക്കുക. ഇന്ന് രാത്രി ആ സ്പിരിറ്റിന്റെ മേൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, എന്റെ ഒരു മഹാശക്തി നിന്നെ ഒരു സാക്ഷിയാക്കി പുറത്തു കൊണ്ടുവരാൻ പോവുക. അടുത്ത വാക്ക് വായിച്ചോണേ, അടുത്ത വാക്ക് വായിക്കണേ. അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട്, എൻ്റെ പൊന്നെ, ഇത് സത്യത്തിൽ എന്നെ അല്പം നന്നായിട്ട് ആശയക്കുഴപ്പത്തിലാക്കി. എല്ലാ ആരാധനയും
പരിശുദ്ധാത്മാവിലല്ല. യേശുവിൻ്റെ സന്നിധിയിൽ. ഞാനത് പറയുമ്പോൾ എൻ്റെ സഭയ മക്കളല്ലേ, കുറ്റപ്പെടുത്തിയാലും പാസ്റ്ററല്ലേ കുറ്റപ്പെടുത്തിയേ, ക്ഷമിക്കാമല്ലോ നിങ്ങൾക്ക് ഇല്ലേ? ക്ഷമിക്കത്തില്ലേ? ഇനി ക്ഷമിച്ചില്ലേലും സാരമില്ല, നന്നായാൽ മതി. ചേർന്നൊരാമേൻ പറഞ്ഞ് ഓക്കെ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുന്നതിനേക്കാൾ എത്ര നന്നായിട്ട് പിശാച് ബാധിച്ചവൻ യേശുവിനെ ഓടിച്ചെന്ന്, ദൂരത്തുനിന്ന് കണ്ടപ്പോഴേ ഓടിച്ചെന്ന് അവനെ അങ്ങ്. ഇതിപ്പോ നമ്മൾ എത്ര നാൾ കൊണ്ട് നിർബന്ധിച്ചിട്ടാണ് നമ്മൾ ഇത്രയും പേരെങ്കിലും വന്നേ. സ്തോത്രം. ഇന്ന് വൈകിട്ടത്തെ ദേവദാസം വരത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ജീനി എനിക്കൊരു അഡ്വൈസ് തന്നു, പാസ്റ്റർ ഗ്രൂപ്പിൽ ഇടട്ടെ, ആരും വരത്തില്ല. ആരും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പക്ഷെ എനിക്കൊരു അകത്തൊരു തോന്നലുണ്ടായി, ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ഒരു ദൈവദാസൻ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹം വരാതിരിക്കുമ്പോൾ വരുമെന്നുള്ള പ്രതീക്ഷയോടുള്ളവർ വരണ്ടാന്ന്. ആരും വരണ്ടെന്നുള്ളതല്ല, കാരണം വെച്ചാൽ ആ എക്സ്പെക്റ്റേഷനോട്, ഞാനും ഒരു മനുഷ്യനാണ്, ആ ഒരു പ്രതീക്ഷയോടെ നമ്മൾ വന്നിട്ട് നമുക്ക് നിൽക്കുമ്പോൾ ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാകും. നമുക്ക് റിസീവ് ചെയ്യേണ്ട പോലെ റിസീവ് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ മനസ്സ്. അതുകൊണ്ട് ആമേൻ, ഹല്ലേലൂയ. ഞാൻ മുമ്പേ നോക്കി, ആമേൻ, ഞാൻ ചർച്ചയിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ നോക്കി എത്ര പേര് ഞാനിട്ട് വോയിസ് ക്ലിപ്പ് കേട്ടെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അതെന്ത് ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എനിക്കൊരു മനസ്സമാധാനമായി. പക്ഷെ എൻ്റെ പൊന്നുമക്കളെ, ടാമി പ്രയർ സെന്ററിലെ വർഷിപ്പിനേക്കാൾ എത്ര നല്ല വർഷിപ്പായത്. അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന്, അവിടെ ഒരു പദവില്ലെങ്കിൽ ഞാനങ്ങ് പറഞ്ഞോട്ടെ, യേശുവിൻ്റെ കാൽപാദത്തിലോട്ട് അങ്ങോട്ട് വീണിട്ട് ഒരൊറ്റ ആരാധനയാണ്. അപ്പൊ എല്ലാ ആരാധനയും സ്തോത്രം. നിങ്ങളത് പറയുന്നത് നിരാശ കൊണ്ടാണോ എനിക്കറിയില്ല, പക്ഷെ എനിക്കത് പറയാൻ തോന്നിയത് ഒത്തിരി സന്തോഷത്തോടെയാ. നമ്മൾ ആരാധിക്കുന്നത് പരിശുദ്ധാത്മാവിലാകയാൽ ഇരുട്ടിൻ്റെ ആരാധനകൾ പൊളിയും. സ്തോത്രം. ഓക്കെ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഇനി അടുത്ത് നോക്കിക്കോണേ. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം? ഹലോ, നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ലല്ലോ. ഇതുവരെ അങ്ങ് പോയ എങ്ങും ഞാൻ എതിർത്ത് വന്നില്ലല്ലോ. പിന്നെ എന്തിനാ എൻ്റെ അരികിലേക്ക് വരുന്നത്? നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവും എനിക്കും നിനക്കും തമ്മിൽ എന്ത്? അടുത്ത വിളിയാണ്, അടുത്ത കരച്ചിലാണ്, അടുത്ത വേദനയാണ് ഭയങ്കരം. വായിച്ചേ, ദൈവത്താണ്. അപ്പൊ പിശാച് ആരോടാ പ്രാർത്ഥിച്ച്? ദൈവത്തെ ഓർത്ത് എന്നെ. അപ്പൊ എല്ലാ ദൈവവിളിയും മനുഷ്യരിൽ നിന്നും ദൈവികമായതും മാത്രമല്ല, കബളിപ്പിക്കാൻ സാധ്യതയേറെയുണ്ട്. സാമ്പാസിന് മുമ്പിൽ പുള്ളി വന്നു നിന്ന് പറഞ്ഞാൽ ഒത്തിരി നമുക്ക് പറയാം, മനുഷ്യനല്ലേ, സംഭവിക്കും. പക്ഷെ യേശുവിൻ്റെ അടുക്ക ചെന്നിട്ട് പറയാ, എന്നെ ദണ്ണിപ്പിക്കൽ. ആരെ ഓർത്താ? എൻ്റെ പൊന്നെ, ആ പിശാചിൻ്റെ പ്രാർത്ഥന. നമ്മൾ ടാമി ദൈവമക്കളോട് പ്രാർത്ഥിക്കുന്നതൊക്കെ എന്നാ നല്ല പ്രാർത്ഥന. ഉറക്ക നിലവിളിക്കുന്നു. ഇവിടെ പാഷന്മാരിൽ നിന്ന് വാതുറക്ക, കയ്യടിക്ക്. പക്ഷെ പുള്ളിയോട് ആരും പറഞ്ഞില്ല. അവിടെ ഒരു വർഷിപ്പ് ലീഡറും ഇല്ല, അവിടെ ഒരു പ്രവാചകനും ഇല്ല, അവിടെ ഒരു ശുശ്രൂഷനും ഇല്ല. പുള്ളി ദൂരത്ത് നിന്ന് യേശുവിനെ കണ്ടപ്പോഴേ അങ്ങ് നിലവിളിക്കാൻ തുടങ്ങി. എന്റെ പൊന്നു ദൈവമല്ലേ, പ്ലീസ് ദൈവത്തെ ഓർത്ത്. അടുത്ത വാക്ക എനിക്കിഷ്ടം, ദണ്ണിപ്പിക്കല്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ മഹാശക്തി വെളിപ്പെടുമ്പോൾ ഇരുട്ടിന്റെ ശക്തികൾക്ക് അത് ദണ്ഡനമാണ്. ഇന്ന് രാത്രി ഞാൻ ആരോടോ പ്രവചിക്കുകയാണ്, കഴിഞ്ഞ നാളുകളിൽ നിന്റെ കുടുംബത്തെ ദണ്ഡിപ്പിച്ച പൈശാചിക മേഖലകൾക്ക് ഇന്ന് രാത്രി അറുതി വരുത്തി ഒരു മഹാശക്തി അവിടെ തിരിച്ചടിക്കുക. ആ പദം ശരിയാണോ? ശരിയാണേലും തെറ്റാണേലും ഇന്ന് രാത്രി ഞാൻ ആവർത്തിക്കുന്നു, ആമേൻ. ഇന്നലകളിൽ ദൈവസഭയ കുടുംബങ്ങളെ ദണ്ഡിപ്പിച്ച ചില സ്പിരിറ്റിനെ ഇന്ന് രാത്രി ദണ്ഡിപ്പിക്കുമെന്ന് അവൻ ഉറപ്പായി. ആ ശക്തി അത്രേ മഹാശക്തി. അടുത്ത വേഗത്തിൽ പോകാം നമുക്ക് താഴോട്ടോ. യെസ് പ്ലീസ്. യേശു എന്ത് ചെയ്തിരുന്നു? എന്തോ കൽപ്പിച്ചിരുന്നേ? അശുദ്ധാത്മാവേ
നിങ്ങൾക്ക് ഈ മഹാശക്തിയുടെ എന്താ പറയണ്ട വാല്യൂ ഇന്ന് രാത്രി മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ ഈ കുടുംബത്തെ തൊടരുത്, എൻ്റെ ഈ കുഞ്ഞിനെ തൊടരുത് എന്ന് ഇന്നലകളിൽ ദൈവം കൽപ്പിച്ച, യേശു പറഞ്ഞ, യേശു ഉപദേശിച്ച, യേശു വിലക്ക് കൊടുത്ത ചില കുടുംബങ്ങൾക്കകത്ത് മറഞ്ഞു കയറിയിരിക്കുന്ന ചിലതിന് മനസ്സിലായി ഒരുവൻ ദാ വരുന്നുണ്ട്. രക്ഷിക്കപ്പെട്ടപ്പോൾ, സ്നാനപ്പെട്ടപ്പോൾ സ്വർഗം പറഞ്ഞു എന്നാൽ മുദ്രയിട്ടതാണ്, ഇതിനെ തൊടരുത്. ഇന്നലകളിൽ പറഞ്ഞു, പക്ഷെ ഇന്ന് എവിടെയോ അവകാശം പറഞ്ഞ് അകത്ത് കയറിയിരിക്കുന്ന ഒരു സ്പിരിറ്റിന് ഇന്ന് രാത്രി പുറത്താക്കാൻ ഇതാ ഒരു മഹാശക്തി. ഇന്നലകളിൽ യേശു കൽപ്പിച്ചിരുന്നു. അടുത്ത പദം കണ്ടോണേ, കർത്താവ് ഇന്നലകളിൽ എൻ്റെ കുടുംബത്തെ തൊടരുതെന്ന് പറഞ്ഞ ഒരു കുടുംബത്തിനകത്ത്, ഒരു വ്യക്തിക്കകത്ത് അവൻ കയറിയാൽ അവൻ ഒറ്റയ്ക്ക് വരത്തില്ല. നിങ്ങൾ തിരിച്ചറിയണം, സഭയ മക്കൾ തിരിച്ചറിയണം. ഇന്നലകളിൽ യേശു കൽപ്പിച്ച ഒരുവൻ്റെ അകത്ത് ഒരു ശക്തി ഒറ്റയ്ക്ക് വരത്തില്ല, ഞങ്ങൾ പലരായിട്ടേ വരത്തുള്ളൂ. കാരണം അവന് മനസ്സിലായി ഒരു കൊച്ചു ശക്തി കൊണ്ട് വന്നാൽ ജയിക്കാൻ ഒക്കത്തില്ല, ഒന്നിച്ചു വന്നാൽ ചിലതിനെ ജയിക്കാൻ പറ്റും. ഹലോ, ഇന്ന് രാത്രി പൈശാചിക മണ്ഡലം തിരിച്ചറിഞ്ഞ ചില ദൂതുകൾ ഈ രാത്രി സഭ ആത്മാവിൽ തിരിച്ചറിയട്ടെ. The unity of the church is going to break the heavy demon spirit. ഇന്ന് രാത്രി ദൈവസഭയുടെ മഹാശക്തി ചില പൈശാചിക ശക്തികളെ പൊളിച്ചെടുക്കുകയോ. അവർക്കത് മനസ്സിലായി പാസ്റ്ററെ. കാരണം കർത്താവിൻ്റെ സ്നേഹത്തിനകത്തേക്ക് കയറി ഒന്നിൻ്റെ അകത്ത് പോയാൽ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ജയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരെങ്ങനെ വന്നിരിക്കുന്നത്? അവരൊരു കൂട്ടമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി കൂട്ടമായിട്ടിരിക്കുന്ന ദൈവജനം ആത്മാർത്ഥമായി ഒരിക്കൽ കൂടെ ആ കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ചു പറ, ഞങ്ങൾ ഏക മനസ്സോടെ, ഞങ്ങൾ ഏക ഹൃദയത്തോടെ ഇന്ന് രാത്രി ഈ മഹാശക്തി ആത്മാവിൽ പ്രാപിച്ച് ഈ മഹാശക്തിയുടെ, ഈ പുനരുത്ഥാന ശക്തിയുടെ ഒരു സാക്ഷിയാകാൻ പോകുകയാണ്. ഏക മനസ്സോടെ പറ, ഏക ആത്മാവിൽ ചലിക്കട്ടെ. ശാലമാര ബൗഡവേദാരബന ധിരബന അടൽക്കമന ബൗഡവേദാരബ ശതരാധനാദിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റയ്ക്കാണെങ്കിൽ അവന് ജയിക്കാൻ എളുപ്പമാണ്. പക്ഷെ ഇന്ന് രാത്രി നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒന്നിച്ച് ഏക മനസ്സ്. അമ്മേ, എൻ്റെ അകത്ത് വന്ന സംഭവം ഞാൻ ഒന്നുകൂടെ പറയാ. പിശാചിന് മനസ്സിലായി ഒറ്റയ്ക്ക് പോയാൽ കർത്താവ് ഇന്നലെ അവിടെ പോളി പറഞ്ഞിരിക്കുന്നത്, ഞാൻ കൽപ്പിച്ചിരുന്നു ഇവനോട് എന്ത് ചെയ്യരുത്, അടുക്കരുത്, ഇവൻ്റെ അടുക്കൽ പോകരുത് എന്ന് പറഞ്ഞെടുത്ത് അവൻ പറഞ്ഞു ഒറ്റയ്ക്ക് പോയാൽ പറ്റത്തില്ല, അതുകൊണ്ട് കൂട്ടമായിട്ട് പോയി അവനെ ഒതുക്കാം. എത്ര നാളുകൾ വീട്ടിൽ കിടക്കേണ്ടവരെ കല്ലറയ്ക്കെടുത്തി, എത്ര നാളുകൾ നന്നായിട്ട് ജീവിക്കേണ്ട കുടുംബങ്ങളെ പരാജയത്തിലാക്കി, നീ അധ്വാനിച്ച നന്മ മുഴുവൻ കവർന്നു കളഞ്ഞു, നിന്റെ തലമുറയുടെ സ്വസ്ഥത മുഴുവൻ കെടുത്തിക്കളഞ്ഞു, നിന്റെ കുടുംബത്തിനകത്ത് ശൂന്യത വിതച്ച് ആമേൻ ഇല്ലാതാക്കി കളഞ്ഞു. ഒരു മനുഷ്യായുസ് മുഴുവനായിട്ടും ഇന്നും നമ്മളെ ചോദ്യം ചെയ്തുകൊണ്ട് നിൽക്കുന്ന പല മേഖലകളിൽ നിന്ന് ഈ രാത്രി ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാ, ഈ കൂട്ടായ്മ ചിലതിന്റെ സാക്ഷിയായി മാറാൻ പോവുകയോ, ഈ ഫാസ്റ്റിംഗ് പ്രയർ ചിലതിന്റെ വിടുതലായി മാറാൻ പോവുകയോ. സ്തോത്രം. പിശാചിന്റെ തന്ത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏദൻ തോട്ടത്തിൽ ദൈവം കൊണ്ട് രണ്ടുപേരെ ആക്കി, അവൻ കയറി അവരെ രണ്ടാക്കി. സ്തോത്രം. ഒരു വീട്ടിൽ ആദ്യമായി 2 മക്കൾ ജനിച്ചു, ഇവൻ കയറി അതുങ്ങളെ രണ്ടും രണ്ടാക്കി. സ്തോത്രം. പിന്നെ ഇങ്ങോട്ട് വന്നാൽ എവിടെ യൂണിറ്റി വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെ എല്ലാം കയറി ഇവൻ ഭിന്നത കൊണ്ടുവന്നിട്ടുണ്ട്. സഭകൾക്കകത്ത് അവൻ ഭിന്നത കൊണ്ടുവന്നിട്ടുണ്ട്, സ്വാർത്ഥത കൊണ്ടുവന്നിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. കാരണം അവന് മനസ്സിലായി ഒന്നിച്ചു നിന്നാൽ അവന്റെ പണി നടക്കത്തില്ല. സത്യത്തിൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കേരളത്തിൽ മാത്രം പോട്ടെ, പത്തനംതിട്ട ജില്ലയിൽ മാത്രം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് അന്യഭാഷ സംസാരിക്കുന്ന ദൈവജനം ഒറ്റക്കെട്ടായിട്ട് കരം കോർത്താൽ, സഭാ വ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ, കുടുംബ വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായിട്ട് കൈകോർത്താൽ നിങ്ങൾ ആമേൻ ചിന്തിക്കുന്നു വേറെ ഏതെങ്കിലും ശക്തിക്ക് നമ്മളെ ജയിക്കാൻ പറ്റുമെന്ന്?
ഇന്നും രക്ഷിക്കപ്പെട്ടു, ഇന്നും സ്നാനപ്പെട്ടു. ജാതിയുടെ പേരിൽ, കുലത്തിന്റെ പേരിൽ, ആമേൻ ഹല്ലേലൂയ, ജോലിയുടെ പേരിൽ, സഭയുടെ പേരിൽ, ഓർഗനൈസേഷന്റെ പേരിൽ, ആമേൻ, എല്ലാം നമ്മെ മാറ്റി നിർത്തുമ്പോൾ ഇതിന്റെ ഇടയിലുള്ള തന്ത്രം തിരിച്ചറിയുക. അവന്റെ ലക്ഷ്യം നമ്മൾ ഒന്നിച്ചാൽ അവന്റെ കുടിയിരിപ്പുകൾ പൊളിയും. ഇന്ന് രാത്രി എൻ്റെ ആഗ്രഹം, എൻ്റെ കൊതി, ആമേൻ, ഈ സഭയ്ക്കകത്തുള്ള ആൺകുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങൾ, സഹോദരന്മാർ, സഹോദരിമാർ, മാതാക്കൾ, പിതാക്കന്മാർ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പൈശാചിക മണ്ഡലത്തോട് പറയണോ, നിനക്ക് ഞങ്ങളുടെ മേൽ ജയിക്കാൻ കഴിയില്ല. ആമേൻ ഹല്ലേലൂയ. വേഗത്തിൽ പോകാൻ, ഞങ്ങൾ പലരാണ് എന്ന് പറഞ്ഞു. ഓക്കെ, അടുത്ത വായിച്ചോ. എന്തോ ഉറക്കെ വായിച്ചേ. നാട്ടിൽ നിന്ന് തങ്ങളെ അവനോട് പറയടാ, നീ നിന്റെ വീട്ടിൽ പോയാൽ മതി. അവൻ നാട്ടിൽ വാഴണ്ട, അവൻ എവിടെ വാണാ മതി. നിങ്ങൾ പറയാം, എടാ ഇനി നാട്ടിൽ നിങ്ങൾ പോട്ടെ, നിങ്ങളുടെ വീട്ടിൽ വാഴണ്ടെന്നു പറയാ. വീട്ടിൽ നിന്ന് അയച്ച് കളയാതിരിപ്പാൻ ഏറിയോന്ന് എൻ്റെ ഭാഷയിൽ പറയാം. 21 ദിവസം പുള്ളി പറഞ്ഞു, ഞാൻ വേണേൽ ഉപവസിക്കാം, ഞാൻ നേർച്ച നേരാം, ഞാൻ എന്തോ ത്യാഗം വേണേലും സഹിക്കാം, പക്ഷെ എന്നെ ഈ വീട്ടിൽ നിന്ന് വിടരുത്, ഈ നാട്ടിൽ നിന്ന്. സ്തോത്രം. ഇന്ന് രാത്രി എത്ര പേര് പറയും നാട്ടിൽ നിന്ന് വിടരുതെന്ന് അവൻ പറയുമ്പോൾ അവനെ കാട്ടിലും അവനെ ആഴത്തിലും മുക്കിക്കളയുമെന്ന് ഇന്ന് രാത്രി ഉറപ്പ് പറയാൻ പറ്റുന്നവരോട് ഞാൻ പറയാം, നിങ്ങളുടെ മേൽ ഒരു മഹാശക്തി പകരുക. ഏറിയോന്ന് അപേക്ഷിച്ചു. പെട്ടെന്ന് 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 സാക്ഷ്യമാ, സാക്ഷ്യത്തിലേക്ക് എത്തണം, നമുക്ക് പെട്ടെന്ന് എത്തണം. ഓക്കെ, ഓക്കെ, വിട്ടോ, താഴോട്ട്. പിശാചിന്റെ പ്രാർത്ഥന യേശു കേട്ടു. ചേർന്ന് രാമൻ പറഞ്ഞേ. 21 ദിവസം ഉപസിച്ചവരുടെ പ്രാർത്ഥന മാത്രമല്ല, കേട്ടോല്ലോ നിങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞത് കള്ളമാണോ? അവൻ അപേക്ഷിച്ചു, നാട്ടിൽ നിന്ന് വിടരുതെന്ന് പറഞ്ഞു, അത് പുള്ളി കേട്ടില്ല. പക്ഷേ അടുത്ത പ്രാർത്ഥന ഒന്നുകൂടെ പറയാം. ആദ്യത്തെ പ്രാർത്ഥന യേശു കേട്ടില്ലെങ്കിലും രണ്ടാമത്തെ പ്രാർത്ഥന പിശാചിന്റെ യേശു കേട്ടു. ഓക്കെ, അയക്കണമെന്ന് പറഞ്ഞു, അവനോട് അപേക്ഷിച്ചു, അടുത്ത് അവൻ അനുവാദം കൊടുത്തെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രാർത്ഥന ആര് കേട്ടു? യേശു കേട്ടു. ഓക്കെ, ഇനി അടുത്ത് പറഞ്ഞു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ആ പദം? ആ സഹോദരൻ പോയില്ല, ആ സഹോദരൻ കടലിൽ പോയി ചത്തില്ല, വന്നില്ല, കയറി വന്നില്ല. ആമേൻ ഹല്ലേലൂയ. ഒരു കുടുംബത്തിനകത്തൊരു സഹോദരനിൽ ഇരിക്കുന്ന പൈശാചിക മണ്ഡലം, ആമേൻ ഹല്ലേലൂയ, ബാധിച്ചിരുന്ന ആ സഹോദരൻ കടലിൽ പോയില്ല. അവന്റെ അകത്തുണ്ടായിരുന്ന അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളുടെ കൂടെ പോയി. ഓക്കെ, വായിച്ചോ. അത് ഏകദേശം 2000 ആയിരുന്നു. ഓക്കെ, അടുത്ത്. ഓക്കെ, അത് പോട്ടെ, അത് വേറൊരു വിഷയം. അടുത്തതിലേക്ക് വരണം, സാക്ഷ്യം വരണം. ഓക്കെ, എന്തോ ഉറക്കെ വായിച്ചേ. ആരാ യേശുവിന്റെ അടുക്ക വന്നേ? ആരാ യേശുവിന്റെ അടുക്കൽ വന്നേ? പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചത് കാണാൻ ആരൊക്കെയാ? സ്തോത്രം. എൻ്റെ അടുത്ത സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ തെറ്റിദ്ധരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. നാം സുവിശേഷം പറയാൻ റെഡി ആയില്ലെങ്കിൽ പന്നികളെ മേയ്ക്കുന്ന ചിലതിനെ ദൈവിക ദൗത്യത്തിന് മുമ്പിൽ ദൈവം ദൈവപ്രവൃത്തി കാണാൻ അയക്കും. സ്തോത്രം. അവർ ചെന്ന് പറഞ്ഞു, സംഭവിച്ചത് വന്ന് കാണാൻ. അടുത്തത്, യേശുവിന്റെ അടുക്കൽ ഇവരെല്ലാം കൂടെ വന്നപ്പോൾ കാണുന്നതാണ്. ഇനിയാണ് സാക്ഷ്യം. ലഗ്വാനുണ്ടായിരുന്ന എന്താ പദം അതല്ലേ? പക്ഷെ യേശുവിന്റെ സ്നേഹം ഞാൻ അതിനകത്തൊന്ന് അടർത്തിയെടുത്ത് പറയാം. നിന്റെ മേൽ പൈശാചിക മണ്ഡലം താണ്ഡവമാടുമ്പോൾ നിന്നെ പരസ്യമാക്കാതെ, ഈ സഹോദരന്റെ പേരറിയാവോ? ഈ സഹോദരന്റെ കുടുംബം അറിയാവോ?
ആമേ. അവിടെ കൊടുത്തിരിക്കുന്ന പദം നോക്കിയേ. ലെഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ച് സുബോധം പൂണ്ട് ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. നമ്മുടെ മേലുള്ള ബലഹീനതകളിൽ ലോകം ചെയ്യുന്നത്, നമ്മുടെ മേലുള്ള കുറവുകളിൽ ലോകം നമ്മളെ ഭിത്തിയിൽ ഒട്ടിക്കുമ്പോൾ സ്വർഗം നമ്മുടെ മേലുള്ള കുറവുകളിൽ നമ്മെ ഹൈഡ് ചെയ്ത് നിർത്തി പൈശാചിക മണ്ഡലത്തിൽ നിന്ന് നമ്മെ ആത്മാവിൽ പുറത്തു കൊണ്ടുവരും. ഇന്ന് രാത്രി എത്ര പേര് പറയും, ലോകം അപമാനിക്കും, യേശു അഭിമാനം കൊള്ളും? ലോകം അപമാനം പറയും, യേശു അഭിമാനത്തോടെ നിന്നെ നിർത്തും. ഇന്ന് രാത്രി ഈ ഒരു അനുഭവത്തിന് മുമ്പിൽ ലോകം അപമാനം പറഞ്ഞു വിട്ടവനെ യേശു അഭിമാനത്തോടെ. ആമേൻ, ആമേൻ. ഇനി എനിക്ക് ഇവിടെ ഒന്ന് നിൽക്കണം. അടുത്ത വാക്യം വായിച്ചിട്ട് 18 വരെ വായിച്ചിട്ട് 15 തിരിച്ചു വരണേ. ഓക്കെ. ആ ആ ആ ആ ആ എന്നാ സാക്ഷിയ? എല്ലാരും പറഞ്ഞു ഈ പ്രവൃത്തി നടന്നതുകൊണ്ട് നീ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിൽക്കാനൊക്കത്തില്ല. പക്ഷേ ഭൂതഗ്രസ്തനായും പറയാ, ഞാനും കൂടെ വരിക. ദ ഫസ്റ്റ് ടെസ്റ്റിമണി, ഈ മഹാശക്തിയുടെ ആദ്യത്തെ ടെസ്റ്റിമണി, ലെഗ്യോൻ ബാധിച്ചവൻ പുറത്തു വരുന്നു. പൈശാചിക മേഖലയുടെ താണ്ഡവങ്ങൾ പൊളിയുന്നു. ഇരുട്ടിൻ്റെ മഹാശക്തികൾ മറഞ്ഞിരിക്കുന്നത്. ഇന്നലകളിൽ നിന്റെ കുടുംബത്തിൽ കയറരുതെന്ന് സ്വർഗം പറഞ്ഞത്, അതിൻ്റെ അർത്ഥം യേശുവിനെ അറിഞ്ഞ നിന്റെ മേൽ വെല്ലുവിളിച്ച് നിൽക്കുന്ന ചില കുറവുകൾ വരുത്തി, പോരായ്മകൾ വരുത്തി, ശൂന്യതകൾ വരുത്തി നിന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ചില മേഖലകൾ ഇന്നു രാത്രി അതിര് വെച്ച് പറഞ്ഞു വിട്ട് ദൈവം അതിൻ്റെ അകത്ത് ഒരു അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അവൻ പടക് കയറുമ്പോൾ ഭൂതഗ്രസ്തനായവൻ അവനോട് പറയുന്നു, ഞാൻ ഇന്നലെ വരെ, കഴിഞ്ഞ നിമിഷം വരെ ഭൂതം പിടിച്ച്, ലഗ്യോൻ പിടിച്ച് എല്ലാം തകർന്നവനായി കല്ലറകളിൽ വസിക്കുന്നവനായിരുന്നു. പക്ഷേ ഇപ്പോ അങ്ങന്റെ സ്ഥിതി മാറ്റി, അങ്ങ് എനിക്ക് വേണ്ടി ഒരു ശക്തി അയച്ചു. എന്റെ അകത്തുണ്ടായിരുന്ന ആ ഒരു വലിയ ശക്തിയെ ഇനി ഒരിക്കലും മടങ്ങി വരാത്തതുപോലെ കടലിന്റെ ആഴത്തിൽ മുക്കിക്കളഞ്ഞു. ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ ഞാൻ വിടുവിക്കപ്പെട്ടു. ഒരു വലിയ മഹാശക്തിയുടെ സാക്ഷ്യം. ഹല്ലേലൂയ. ഈ സാക്ഷ്യം ഈ ദിവസങ്ങൾ ദൈവം ചിലരുടെ അകത്ത് കേൾപ്പിക്കാൻ പോകുകയാ. 15-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ മടങ്ങി വരുന്നു. ആ ഭാഗം വേഗത്തിലൊന്ന് നമുക്ക് ചിന്തിക്കാം. ഇന്ന് രാത്രി ശ്രദ്ധിച്ച്, ഭൂതം ബാധിച്ചു കിടക്കുമ്പോൾ ഭൂതബാധിതനെ കുറിച്ച് പറയുന്നു. അവൻ, ഹല്ലേലൂയ, നല്ല വസ്ത്രമില്ലാത്തവനായി, ആമേൻ, നല്ല എന്ന് പറയണ്ടേ, ആരോഗ്യമില്ലാത്തവനായി, ആമേൻ, നല്ല, ആമേൻ, കിടപ്പാടമില്ലാത്തവനായി, അവനൊരു എന്ന് പറയണ്ടേ ശൂന്യനായി കിടന്നു. ഭൂതം ബാധിച്ചവൻ ആ നിലയിൽ കിടക്കുമ്പോൾ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശു അവന്റെ അടുക്കൽ വന്നു. ലെഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ, ആമേൻ, ഹല്ലേലൂയ, അനേകർ യേശുവിന്റെ അടുക്കൽ വന്നു. ആമേൻ, ഹല്ലേലൂയ. വന്നു നോക്കുമ്പോൾ അവന്റെ അരികിൽ ഒരുവൻ നിൽക്കുകയാണ്. അവനെ നോക്കിയിട്ട് അവൻ വസ്ത്രം ധരിച്ച് സുബോധം പൂണ്ട്. ഹലോ, ഇന്ന് രാത്രി ആരൊക്കെ എന്നെ കേൾക്കുന്നു? എന്നോട് നിങ്ങൾ ചോദിക്കുക, ഈ ഭൂതഗ്രസ്തൻ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ആരുടേതാണ്? ഞാൻ അഭിമാനത്തോടെ പറയൂ, ഇതവന്റെ പിതാവ് കൊടുത്തതല്ല, ഇതവന്റെ മാതാവ് കൊടുത്തതല്ല, ഇതവന്റെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതല്ല, ഇതവന് ഏതെങ്കിലും ആനുകൂല്യം കിട്ടിയതല്ല. ഇന്ന് രാത്രി ഞാൻ പറയൂ, നിന്റെ മേൽ ബാധിച്ചിരിക്കുന്ന ഇരുട്ടിന്റെ ശക്തിയെ മാറ്റിയാൽ എന്റെ സ്വർഗത്തിന്റെ പ്രൊവിഷൻ അവൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. യെസ്, യെസ്, യെസ്. സ്വർഗം ചിലത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇന്ന് രാത്രി ഇത്രയും സ്ട്രെയിൻ എടുക്കുന്നത്? എന്തുകൊണ്ടാണ് ഇന്ന് രാത്രി ഇത്ര ഞാൻ ശബ്ദം ഉയർത്തുന്നത്? ഞാൻ കാണുന്ന കാഴ്ച പറയാ, സ്വർഗം ഇതിനകത്ത് ചിലത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് വേണ്ടി അവൻ വസ്ത്രം കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് വേണ്ടി അവൻ ചില നന്മകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് വേണ്ടി അവൻ ചില സുബോധങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ രാത്രി ആത്മാവിൽ ഞാൻ പറയാ, ആമേൻ, സ്വർഗം കൊണ്ടുവന്നത് അത് എന്റെ മേൽ വീഴണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നീ ഒരു സാക്ഷിയാകാൻ പോകുകയാണ്. ദൈവത്തിന്റെ പ്രൊവിഷൻസ് ഒന്നും നഷ്ടപ്പെട്ടു പോകില്ല. ദൈവത്തിന്റെ പ്രൊവിഷൻസ് ഒന്നും നഷ്ടപ്പെട്ടു പോകില്ല. സ്തോത്രം. താങ്ക് യു ജീസസ്.
താഴോട്ടുള്ള സാക്ഷ്യങ്ങൾ എങ്ങനെ തുടരണമെന്ന് എനിക്കറിയത്തില്ല. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 9 മുതൽ 19, 18 വരെയുള്ള വാക്യങ്ങളിലൂടെ പോകുമ്പോൾ ഒരു അസാധാരണമായ പുനരുത്ഥാനത്തിൻ്റെ ശക്തി പത്മോസിൻ്റെ ഏകാന്തതയിൽ യോഹന്നാൻ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 16 പോകുമ്പോൾ ആമേൻ പത്രോസിൻ്റെ ഒരു കൺഫെഷൻ, അതിനെന്താ പറയുന്നത്, പത്രോസ് തൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെ ദൈവസന്നിധിയിലേക്ക് ഏറ്റുപറയുന്ന ഒരു മഹാശക്തിയുടെ സാക്ഷ്യം നമുക്ക് കേൾക്കാൻ കഴിയും. മർക്കോസ് 15:39 പോകുമ്പോൾ ആമേൻ ഒരു ശതാധിപൻ ആമേൻ ഹല്ലേലൂയ പറയുന്ന ക്രൂശിൻ്റെ അസാധാരണമായ ആമേൻ സാക്ഷ്യം നമുക്ക് അവിടുന്ന് കേൾക്കാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ മാനസാന്തരത്തിന്റെ ഒരു അസാധാരണ മഹാശക്തി വെളിപ്പെട്ട സാക്ഷ്യം നമുക്ക് കേൾക്കാൻ കഴിയും. ഇന്ന് രാത്രി ഈ സാക്ഷ്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയ, ഈ സാക്ഷ്യങ്ങളൊക്കെ റിവീൽ ചെയ്ത ഒറ്റ അനുഭവം എന്ന് പറയുന്നത് ആ മഹാശക്തിയാ. ഇന്ന് രാത്രി അതിവിടെ പകരാൻ പോവുക. എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ?